ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വെന്യൂ. അപ്പൊ ഇത് മൊഡാൽ സിൽക്ക് ആണ് കേട്ടോ. നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഇതിനകത്തോട്ട് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് വന്നേക്കുന്ന നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ് കേട്ടോ. ലിമിറ്റഡ് മെറ്റീരിയലേ ഉള്ളൂ. നമുക്ക് ഇതുപോലെ നല്ല കണ്ടിട്ട് ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. രണ്ട് പ്രിന്റിലുണ്ട്. കുറച്ചും കൂടെ വലിയ ഫ്ലവറിന്റെ ഡിസൈൻ വരുന്നതും ചെറുതുണ്ട്. അതിന്റെ യോക്കിൽ നമ്മൾ ഇതുപോലെ ഒരു ചെറിയ ഒരു ഡിസൈൻ കൊടുത്തേക്കുന്നു താഴോട്ട്. അങ്ങനെ ഒരു യോക്ക് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ബോട്ടനൊക്കെ വെച്ചിട്ട് ഒരു വി കട്ടിംഗ് ആണ് സിമ്പിൾ ആയിട്ട് ചെയ്തേക്കുന്നത്. മൊഡാൽ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കോസ്റ്റ് നല്ല ഉണ്ട്. ഇതാണ് അതിന്റെ പ്രിന്റ് വരുന്നത്. കണ്ടോ, അടിപൊളിയാട്ടോ. ഇതുപോലെ ഈ ഒരു പ്രിന്റ് ഞാനിപ്പം വേറെ ഇതേക്കണത് ഈ ഒരു പാറ്റേൺ ആണ്. ഇതിന്റെ സെക്കൻഡ് പാറ്റേൺ വരുന്നത് ഇതുപോലെ ചെറിയ ഡിസൈൻ വരുന്നതാണ്, കുറച്ചും കൂടെ ചെറുത്. ഓക്കെ, ഇത് അത്രയും സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആട്ടോ. നമ്മൾ എപ്പോഴും മൊഡാൽ ഞാൻ പറയണ പോലെ കെയർ ചെയ്താൽ മതി. നമ്മൾ വേർത്തിട്ട് ഇട്ട് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തിട്ടിട്ട് ഫോൾഡ് ചെയ്യാവും. കാരണം പിന്നിപ്പോകുന്ന പ്രശ്നം, അല്ലാണ്ട് വാഷിങ്ങിലൊന്നും പ്രോബ്ലം ഉണ്ടാവില്ല. പിന്നെ ഇത് കണ്ടോ, ഇതിന്റെ അകത്ത് നമ്മൾ ഈ ഒരു പോർഷനിൽ ശരിക്കും ആ ഒരു കോട്ടൺ പോലെ വരുന്ന അജ്രക്കിന്റെ ആ ഒരു ഫിനിഷിംഗ് ആ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് കുറച്ച് റേറ്റ് ഡിഫറൻസ് ഉണ്ട് ഇതിന്. ഈ അജ്രക്കിന്റെ വരുമ്പോൾ നമുക്ക് മൊഡാൽ വരുമ്പോൾ 2200 പ്ലസ് ഷിപ്പിംഗ് വരുന്നുണ്ട് കേട്ടോ. നോർമലിനെക്കാട്ടിലും കൂടുതലാണ്. വിത്ത് ലൈനിങ് ആകുമ്പോൾ അതിലും എക്സ്ട്രാ വേറെ വരുന്നുണ്ട്. ഇത് വന്നിട്ട് പ്യുവർ വിസ്കോസ് ഓർഗൻസയിൽ വന്നിരിക്കുന്നത്. ഇതും ലിമിറ്റഡ് പീസേ ഉള്ളൂ കേട്ടോ. ഞാൻ ജസ്റ്റ് ഷോപ്പിൽ നിന്ന് എടുത്ത് നല്ല ഭംഗിയിൽ ചെയ്തുകൊണ്ടൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റയർ ഷെയ്ഡാണ്. ഒരു പീകോക്ക് ബ്ലൂ കളറാണ്. ഇതിനകത്ത് ഇതുപോലെ ഫ്ലോറൽ വന്നിട്ട് ഇതേപോലെയാണ്. ഇതിന് നെക്ക് പാറ്റേൺ ചെയ്തേക്കണുണ്ടല്ലോ, ചെറുതായിട്ട് ഇതേപോലെ സ്കാൽപ്പ് ചെയ്തിട്ട് ആണ് ചെയ്തേക്കുന്നത്. ഇതിന്റെ പ്ലസ് സൈസ് ഉണ്ടാവില്ല കേട്ടോ. ഇത് ഡ്രൈ വാഷ് ചെയ്യണം ഇതെല്ലാം. ഓക്കെ, പിന്നെ വേറൊരു പാറ്റേണും കൂടെ ഞാൻ അതിന്റെ കൂട്ടത്തിൽ ചെയ്തപ്പോൾ കാണിച്ചു എന്നേ ഉള്ളൂ. ഇതുപോലെ നല്ലൊരു പീച്ച് കളറിലോട്ട് ഫുള്ളി സീക്വൻസ് വർക്ക് ആയിട്ടുള്ള ഒരു ത്രെഡും എംബ്രോയിഡറി ചിക്കൻ കാരിയുടെ സിമിലർ ആയിട്ടുള്ള ഒരു വർക്ക്. അതിനകത്തോട്ട് നമ്മൾ സോഫ്റ്റ് ബോൾസ് വെച്ചിട്ടുണ്ട് ഇതേപോലെ. ഇതിന്റെ ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടുള്ള സിൽക്കി ഓർഗൻസ സിൽക്കി ജോർജറ്റ് ഫാബ്രിക് ആണ് കൊടുത്തേക്കുന്നത്. ഫ്രണ്ട് നല്ല അത്യാവശ്യം നല്ല ഹെവിയിൽ വർക്കും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാറ്റേൺ ഇതേപോലെയുണ്ട്. അപ്പം ഇതെല്ലാം ഞാൻ വേറെ ഇത് കാണിച്ചു തരാം. ഓക്കെ, ഈ ഒരു പാറ്റേൺ ഇതേപോലെ ഉണ്ടാവും. വിത്തൗട്ട് ലൈനിങ് ആണ് കേട്ടോ. നമ്മളിതൊക്കെ ഓൾമോസ്റ്റ് റെഡിയാക്കി ഇങ്ങനെ പീസാണ്. അപ്പം എക്സ്ട്രാ ലൈനിങ് വെക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് വേഗം പറയണം. കാരണം അധികം മെറ്റീരിയൽ ഇല്ല. ഇതിന്റെ യോക്ക് ഇതേപോലെ സെപ്പറേറ്റ് ചെയ്തിട്ട് ചെറിയ നല്ല അടിപൊളി കളറാണ് കേട്ടോ. നമുക്ക് ഇങ്ങനത്തെ കളേഴ്സ് മൊഡാലിലൊന്നും വരാത്തതാണ്. ഓക്കെ, ഈ ഒരു പാറ്റേൺ ഇതേപോലെ ഉണ്ട്. നല്ല അടിപൊളി കളറാണ് കേട്ടോ. ലിമിറ്റഡ് മെറ്റീരിയൽ നമുക്ക് ഇതിനകത്തും എല്ലാം ഉള്ളൂ. ഇതിനൊക്കെ ഇതേപോലെ ചെറിയൊരു സ്കാൽപ്പ് ഡിസൈൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, ലാസ്റ്റ് പാറ്റേൺ ഇതേപോലെ നല്ല സൂപ്പർ കളറാണ് കേട്ടോ. ഇതും നമുക്ക് പ്ലസ് സൈസിലോട്ട് ഉണ്ടാവില്ല. ഞാനിങ്ങനെ ഷോപ്പിൽ ചെയ്ത് വെച്ചേക്കണം എപ്പോഴും പറഞ്ഞ പോലെ അങ്ങനെ എടുത്ത് കാണിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ബുക്ക് ചെയ്തിട്ട് ഒരു 7 to 10 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡിസ്പാച്ച് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.